ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കേരള സെറ്റ് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. PYQs പ്രാക്ടീസ് ചെയ്യുന്നത് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കാസ്റ്റ് സിസ്റ്റം ആർ ട്രൂ? താഴെ കാസ്റ്റ് സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. എ ചേഞ്ച് ഇൻ ഒക്യുപ്പേഷൻ ലെഡ്സ് ടു എ ചേഞ്ച് ഇൻ വൺസ് കാസ്റ്റ്. കാസ്റ്റ് ഇമ്പോസസ് റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ്. കാസ്റ്റ് ഈസ് ദ ഓൺലി ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. കാസ്റ്റ് ഈസ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാസ്റ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റമാണത്. ഇന്നിപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അതിൻ്റെ ഹോൾഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആളുകളെ അവരെ ബർത്തിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ അല്ലെങ്കിൽ ഏത് കാസ്റ്റിലാണോ ജനിക്കുന്നത്, നമ്മൾ നമ്മുടെ ഡെത്ത് വരെ ആ ഒരു കാസ്റ്റിൽ തന്നെ ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, ട്രഡീഷണലി കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ മെയിനായിട്ടുള്ള 4 മേജർ ഡിവിഷൻസ് ആണ് ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ് എന്ന് പറയുന്നത്. ഇതിൽ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ നല്ല രീതിയിൽ പ്രിവിലേജ്ഡും ആണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്, എല്ലാതും അവർക്ക് ആക്സസബിളാണ്. അതേസമയം തന്നെ ഇതിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിൽ നിൽക്കുന്ന ശൂദ്രാസ് എന്ന് പറയുന്ന കാറ്റഗറി, സോ അവർക്ക് എന്താണ്, അവർ അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിൽ നിന്നൊക്കെ അവർ മാറ്റി നിർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഹൈ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും പ്രിവിലേജസ് കിട്ടുകയും ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് അവർ റിമൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ശൂദ്രാസിൻ്റെ താഴെ വരുന്ന ഔട്ട് കാസ്റ്റ് അല്ലെങ്കിൽ ദളിറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആളുകളുടെ അവസ്ഥയും ഇതിനേക്കാളും മോശമാണ്, ശൂദ്രാസിനേക്കാളും മോശമാണ്. അവരെന്താണ്, എക്സ്ട്രീംലി ഔട്ട്കാസ്റ്റാണ് അല്ലെങ്കിൽ എക്സ്ട്രീംലി അവരെന്താണ്, നല്ല രീതിയിൽ സൊസൈറ്റിയിൽ അവർ റെസ്ട്രിക്ഷൻസ് നേരിടുന്നുണ്ട്. ഇനി നമുക്ക് ഈ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹയറാർക്കി. ഹയറാർക്കി മീൻസ് നമ്മൾ മലയാളത്തിൽ ശ്രേണീകരണം എന്നൊക്കെ പറയും. അതായത് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആളുകൾക്ക് നല്ല പ്രിവിലേജസ് കിട്ടുന്നു. അതേസമയം തന്നെ ബോട്ടം ലെവലിലുള്ള ആളുകൾ അണ്ടർ പ്രിവിലേജ്ഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രാഹ്മിൻസ് പ്രിവിലേജ്ഡ് ആണ്. അതേസമയം അതിൻ്റെ ബോട്ടം ലെവലിൽ നിൽക്കുന്ന ശൂദ്രാസ് അവർ എന്താണ്, അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, കാസ്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി സ്റ്റാറ്റസ് ആണ് അല്ലെങ്കിൽ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. അതായത് ബൈ ബർത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അത് നമുക്ക് കിട്ടുന്നതാണ്. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാരൻസിൻ്റെ കാസ്റ്റ് ഏതാണോ ആ കാസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾക്കും വരിക. സോ അത് അൺചേഞ്ചബിൾ ആണ്. ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ അസ്ക്രൈബ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ആണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് നോ ഓക്യുപ്പേഷണൽ മൊബിലിറ്റി എന്നുള്ളത്. അതായത് ഓരോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ കാസ്റ്റ് ഗ്രൂപ്പ്സിനും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു തൊഴിലുണ്ടായിരിക്കും. അത് തന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടി വരും. അവർക്ക് വേറൊരു ജോബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേറൊരു ജോബ് ഒരു ഒക്യുപ്പേഷൻ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. ഇപ്പോൾ ബ്രാഹ്മിൻസ് ആണെങ്കിൽ അവരധികം പ്രൈസ്റ്റുകളായിരിക്കും. അതേപോലെ ഇപ്പോൾ ക്ഷത്രിയാസ് ആണെന്നുണ്ടെങ്കിൽ അവർ വാരിയേഴ്സോ കിങ്സോ റൂളേഴ്സോ ഒക്കെ ആയിരിക്കും. അതുപോലെ ഓരോ കാസ്റ്റിനും എന്തുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഒക്യുപ്പേഷൻ ഉണ്ട്. സോ അത് നമ്മൾ കാസ്റ്റ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് നമ്മളും ഫോളോ ചെയ്യേണ്ടി വരും. നമുക്ക് വേറൊരു ജോബ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. അതുപോലെ അടുത്തതാണ് റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് ഈ ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക്, ഈ ശൂദ്രാസ് അല്ലെങ്കിൽ ശൂദ്രാസിൻ്റെയും താഴെയുള്ള ദളിറ്റ്സ്, ഔട്ട് കാസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് എന്താണ്, പല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് പബ്ലിക് പ്ലേസസ് യൂസ് ചെയ്യാൻ പറ്റില്ല, പബ്ലിക് റോഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ടെമ്പിളിലേക്ക് അവർക്ക്, അമ്പലങ്ങളിലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഇൻ്റർ ഡൈനിങ് ആൻഡ് ഇൻ്റർ മിക്സിങ് എന്തല്ല, പോസിബിൾ അല്ല. ഹൈ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളുടെ കൂടെ ഇരിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒന്ന് ചേർന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, ഈ ഹൈ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾ മാക്സിമം ഒഴിവാക്കും.
നെക്സ്റ്റ് വണ്ണാണ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്നത്. അതായത് ഹൈ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾ പ്യുവർ ആണ് എന്നുള്ളതും ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഇംപ്യുവർ ആണ് എന്നുള്ളൊരു വിശ്വാസം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എന്താണ്, അവർ വഴിമാറിപ്പോവും, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തൊടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് മറ്റുള്ള പ്യൂരിഫിക്കേഷൻ റിച്വൽസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റം കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദർ ഇസ് നോ സോഷ്യൽ മൊബിലിറ്റി. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് എന്താണ്, നമ്മുടെ കാസ്റ്റ് ഏതാണോ ആ ഒരു കാസ്റ്റിൽ തന്നെ ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അപ്വാർഡിലേക്കോ ഡൗൺവാർഡിലേക്കോ, അതായത് ഹൈ കാസ്റ്റിലേക്കോ അതുപോലെ തന്നെ ലോ കാസ്റ്റിലേക്കോ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബൈ ബർത്തിലൂടെ നമുക്ക് ഏത് കാസ്റ്റാണോ കിട്ടുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഒരു കാസ്റ്റ് സ്റ്റാറ്റസും വെച്ചിട്ട് ജീവിക്കേണ്ടി വരും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു ശൂദ്ര എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ, ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ കാസ്റ്റിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതെന്തല്ല, പോസിബിൾ അല്ല. നമ്മൾ ശൂദ്ര എന്ന് പറയുന്ന കാസ്റ്റിലാണെങ്കിൽ നമ്മളെന്താണ്, നമ്മുടെ മരണം വരെ ആ ഒരു കാസ്റ്റ് സ്റ്റാറ്റസുമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. സോ ദർ ഇസ് നോ സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, ചേഞ്ച് ഇൻ ഒക്യുപ്പേഷൻ ലെഡ്സ് ടു ചേഞ്ച് ഇൻ വൺസ് കാസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒക്യുപ്പേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നമ്മുടെ കാസ്റ്റ് സ്റ്റാറ്റസിലും ചേഞ്ച് വരും. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്, അല്ലെങ്കിൽ തെറ്റാണ്. കാരണം എന്താ, കാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫിക്സ്ഡ് ബൈ ബർത്ത്, അല്ലെങ്കിൽ ബൈ ബർത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജന്മനാൽ തന്നെ നമ്മുടെ പാരൻസിൽ നിന്ന് നമ്മളിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ കാസ്റ്റ് ഗ്രൂപ്പിൻ്റേതല്ലാത്ത ഏത് ഒക്യുപ്പേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, അത് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഫിക്സ്ഡ് ആണ്. ഒക്യുപ്പേഷൻ ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, കാസ്റ്റ് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്, കാസ്റ്റ് ഇമ്പോസസ് റെസ്ട്രിക്ഷൻ ഓൺ സോഷ്യൽ ഇൻട്രാക്ഷൻ അല്ലേ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം എന്താ, നമ്മൾ നേരത്തെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹൈ കാസ്റ്റിലും ലോ കാസ്റ്റിലും പെട്ടിട്ടുള്ള ആളുകൾ തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാരേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിലുള്ളത് എൻഡോഗമിയാണ്. അതായത് സെയിം കാസ്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തമ്മിൽ മാരി ചെയ്യുള്ളൂ. ഒരിക്കലും ഒരു ഹൈ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ഒരാൾ ലോ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യില്ല, വിവാഹം ചെയ്യില്ല. ഇനി ചെയ്താൽ തന്നെ എന്താവും, അതിൽ ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഷെയറിങ്, മാരേജ്, അതുപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, കാസ്റ്റ് ഈസ് ദ ഓൺലി സിസ്റ്റം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനാണ് കാസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം മാത്രമാണ് ഇന്ത്യയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, റോങ് ആണ് അല്ലേ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതേപോലെ ആളുകളെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം മാത്രമല്ല, നമുക്കറിയാം ക്ലാസ് അല്ലേ, ഹൈ ക്ലാസ്, ലോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എക്കോണമിയുടെ ബേസിൽ അല്ലെങ്കിൽ പൈസയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, റിച്ച് പുവർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ജെൻഡർ വൈസ് നോക്കുകയാണെങ്കിലും അല്ലേ, മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻസും ഉണ്ട്. സോ കാസ്റ്റ് മാത്രമല്ല സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, വേറെയും സ്ട്രാറ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, കാസ്റ്റ് ഈസ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് അല്ലേ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. കാരണം കാസ്റ്റ് എന്ന് പറയുന്നത് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്, ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ പാരൻസിൻ്റെ കാസ്റ്റ് ഏതാണോ ആ ഒരു കാസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടേതും ആവുക. അതുപോലെ തന്നെ ബൈ ബർത്തിലൂടെ ജന്മനാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് ട്രൈബൽ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ട്രൈബൽ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ സെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ്. റാൻഡമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ലൈക്ക് ഈ പറയുന്ന പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സെക്സ് റേഷ്യോ, ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ്, ഇതുപോലെ SC ST പോപ്പുലേഷൻ, ട്രൈബൽ പോപ്പുലേഷൻ, ഇതൊക്കെ റാൻഡമായിട്ട് ചോദിച്ച് കാണാറുണ്ട്.
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള സെൻസസ് 2011 സെൻസസ് ആണ്. പിന്നെ 2021 കോവിഡൊക്കെ ആയിട്ട് ഡിലേ ആയിപ്പോയി. ദെൻ 2027 ഇപ്പോൾ സെൻസസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് 16.6, 8.6, 5.8, 12.8. ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ഗസ് ചെയ്ത് നോക്കാവുന്നതാണ്. കറക്റ്റ് ആൻസർ 8.6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോക്സോ ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. പോക്സോ ആക്ട് നമുക്കൊക്കെ ഫെമിലിയർ ആണല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എതിരായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ്, ഹറാസ്മെൻറ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റാണ് പോക്സോ ആക്ട്. സോ ഈ ഒരു പോക്സോ ആക്ട് പാസ് ചെയ്തിട്ടുള്ള ഇയർ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2002, 2008, 2012, 2005. കറക്റ്റ് ആൻസർ 2012 ആണ്. പോക്സോ ആക്ട് പാസ് ചെയ്തിട്ടുള്ളത് 2012 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് മാരേജ് ഇൻ വിച്ച് എ മാൻ മാരീസ് ദ സിസ്റ്റേഴ്സ് ഓഫ് എ ഫാമിലി. ഒരു ഫാമിലിയിലെ സിസ്റ്റേഴ്സിനെ ഒരാൾ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സഹോദരിമാരെ ഒരാൾ വിവാഹം കഴിക്കുന്നതിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സൊറോറൽ പോളിയാൻഡ്രി, ഫ്രെറ്റേണൽ പോളിയാൻഡ്രി, സൊറോറേറ്റ്, പോളിഗൈനി. ഈ ഒരു ആൻസറിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഒരു പുരുഷൻ ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിന് നമ്മൾ പോളിഗൈനി എന്ന് പറയും. അതേസമയം ഒരു സ്ത്രീ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതിന് നമ്മൾ പോളി ആൻഡ്രി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, 2 സഹോദരിമാരെ കല്യാണം കഴിക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ടേം സൊറോറൽ പോളിഗൈനിയാണ്. പക്ഷേ ഈ ഓപ്ഷനിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, പോളിഗൈനിയാണ്. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള സൊറോറൈറ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാളെ വൈഫ് മരിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ വൈഫിൻ്റെ യങ്ങർ സിസ്റ്ററെ മാരി ചെയ്യുന്നു. അതുപോലെ ഫ്രെറ്റേണൽ പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ബ്രദേഴ്സിനെ കല്യാണം കഴിക്കുന്നതിനെയാണ് നമ്മൾ ഫ്രെറ്റേണൽ പോളിയാൻഡ്രി എന്ന് പറയുന്നത്. സൊറോറൽ പോളിയാൻഡ്രി എന്ന് പറയുന്ന ടേം അങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇതൊരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഇവിടെ സൊറോറൽ പോളിഗൈനി തന്നെയാണ്. സിസ്റ്റേഴ്സിനെ കല്യാണം കഴിക്കുന്നതിന് നമ്മൾ സൊറോറൽ പോളിഗൈനി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സോഗമി ഇസ് എ റൂൾ ഓഫ് മാരേജ് വിച്ച് ഡാഷ്. എക്സോഗമി എന്ന് പറയുന്നത്, എൻറ്റോഗമി, എക്സോഗമി എന്നൊക്കെ പറയുന്നത് എന്താണ്, മാരേജിൻ്റെ റൂൾസാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സോഗമി എന്ന് പറയുന്ന റൂള് എന്താണ്, മാരേജിലെ എക്സോഗമി എന്ന് പറയുന്ന റൂൾ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. പ്രൊഹിബിറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ മാരിയിങ് ഫ്രം വിത്തിൻ ദ ഗ്രൂപ്പ്, അലൗസ് ആൻ ഇൻഡിവിജ്വൽ ടു മാരി ഫ്രം വിത്തിൻ ദ ഗ്രൂപ്പ്, അലൗസ് ആൻ ഇൻഡിവിജ്വൽ ടു മാരി ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്, പ്രൊഹിബിറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ മാരിയിങ് ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. എൻറ്റോഗമി, എക്സോഗമി എന്നൊക്കെ പറയുന്നത് മാരേജിൻ്റെ ചില റൂൾസാണ്. എൻറ്റോഗമി എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുന്നതിനെയാണ് എൻറ്റോഗമി എന്ന് പറയുന്നത്. ഈ കാസ്റ്റ് സിസ്റ്റത്തിലൊക്കെ ഉള്ളത് എൻറ്റോഗമിയാണ്. അതായത് സെയിം കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിവാഹബന്ധം പാടുള്ളൂ എന്നുള്ളൊരു റൂളുണ്ട്. അതാണ് എൻറ്റോഗമി എന്ന് പറയുന്നത്. അതേസമയം എക്സോഗമി എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഗ്രൂപ്പിന് പുറത്തുള്ള, അതായത് സെയിം ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ മാരേജ് അവിടെ പ്രൊഹിബിറ്റഡ് ആണ്. നേരെ മറിച്ച് എന്താണ്, നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളെ അവിടെ വിവാഹം കഴിക്കുന്നത്. സോ എക്സോഗമി ഇസ് ദ റൂൾ ഓഫ് മാരേജ് ദാറ്റ് അലൗസ് ആൻ ഇൻഡിവിജ്വൽ ടു മാരി ഫ്രം ഔട്ട്സൈഡ് ദ ഗ്രൂപ്പ്. അതായത് സ്വന്തം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതല്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ സെയിം കാസ്റ്റിൽ അല്ലെങ്കിൽ സെയിം ഫാമിലിയിൽ പെട്ടിട്ടുള്ള, സെയിം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളുകളല്ലാത്ത നമ്മുടെ ഗ്രൂപ്പിന് പുറത്ത് നിന്നിട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നതിനെയാണ് എക്സോഗമി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡിഫറെൻറ്റ് കാസ്റ്റ് ഗ്രൂപ്പ് തമ്മിലുള്ള വിവാഹം. സോ ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിൽ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. സോ കീപ്പ് വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ ക്ലാസ്സസ്.